സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനമാനേജ്മെന്റിലെ പിടിപ്പുകേട് എന്നാണ് വിമർശനം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിലാണ് പരാമർശം. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്നും കേന്ദ്രം ആവർത്തിച്ചു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഈ വിഷയത്തിൽ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കേന്ദ്രം ഈ തരത്തിലേക്ക് ഒരു മറുപടി നൽകുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അനുജ, പൊതുവെ ഉയരുന്ന ഒരു ആരോപണമാണ് ഈ സംസ്ഥാന സർക്കാർ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പലതരത്തിലുള്ള ധൂർത്ത് നടത്തുന്നു എന്നുള്ള ആ വിമർശനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ഹർജിയിൽ, കേരള സർക്കാരിന്റെ ഹർജിയിൽ കേന്ദ്രം വിശദമായ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് കേരളത്തിന്റെ ധനവിനിയോഗത്തിൽ പിടിപ്പുകേടാണ് നടക്കുന്നത്. വലിയ രീതിയിൽ ഒരു മിസ് മാനേജ്മെന്റ് ഇതിൽ നടക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ല എന്ന നിലപാട് കൂടി കേന്ദ്രം ഈ വിശദ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിക്ക് ഒരു വരുമാന സ്രോതസ്സില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ തുക കേരളത്തിന് നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ഈ കടമെടുക്കുന്ന ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നുള്ളതും കൂടി ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഹർജി മാസം 13 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ ഇതിൽ വാദം കേൾക്കുമ്പോൾ അറ്റോർണി ജനറൽ കേരളത്തിന്റെ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയെ അറിയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നടക്കം അറ്റോർണി ജനറൽ വാദിച്ചിരുന്നു. എന്നാൽ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണം, ഇടക്കാല ആശ്വാസം നൽകണമെന്നടക്കം ഏറ്റവും മോശം ധന മാനേജ്മെന്റ് ആണ് കേരളത്തിന്റേത് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ളത്.